ഏവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണ്. നമ്മുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പലരും വിചാരിക്കുന്നത് ഏകദേശം ബഹുഭൂരിപക്ഷം എന്ന് പറയുന്ന പോലെ മെജോറിറ്റി ഒരു 80% കുട്ടികളും ഇതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം എന്ന് മനസ്സിൽ കരുതുന്നവരുണ്ട്. മറ്റുള്ള ഒത്തിരി കുട്ടികൾ പഠിച്ച് പാസ്സാവുന്നുണ്ട്, പഠിക്കാതെ പാസ്സാവുന്ന രീതിയൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ പഠിച്ച് പാസ്സാവാൻ മീൻസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇത് പാസ്സാവുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യം പോലെയാണ്. പക്ഷേ ഒന്നുമേ പഠിക്കാതെ പോയിട്ട് ഇതൊന്ന് പാസ്സാവണം, അത് അത്ര ഈസി അല്ല. അതിന് കാരണം നമ്മുടെ കണക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 1,00,000 ആൾക്കാരാണ് നമ്മുടെ കീം എൻട്രൻസ് എഴുതുന്നത്. ഇതിനുള്ളിൽ നിന്നും പാസ്സായി നമുക്ക് എല്ലാം കഴിഞ്ഞ് ലിസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു 55,000 60,000 അതിനുള്ളിൽ നിൽക്കും. മറ്റുള്ളവർ ഈ ലിസ്റ്റിലേ വരത്തില്ല, എന്നാൽ എലിജിബിൾ ആവില്ല എന്നർത്ഥം. അപ്പൊ ഈ 40,000 കുട്ടികൾ പുറത്തു പോവുകയാണ്. അപ്പൊ ഈ പുറത്തു പോകുന്ന കുട്ടികൾക്ക് ഈ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ച് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുന്ന കേസുകളുണ്ട്. അല്ലാതെ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പറ്റുള്ളൂ എന്നല്ല. പാസ്സായില്ലേലും നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ NRI സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിയിലത്തെയാണ്, മീൻസ് മറ്റുള്ള ഇന്ത്യയിൽ അല്ലാത്ത കുറച്ച് സീറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനു വേണ്ടിയൊക്കെയാണ്. അപ്പൊ എല്ലാവരും ഈ വെളിയിൽ നിന്നുള്ള കുട്ടികൾ ആ സീറ്റ് നിറയാറില്ല. അപ്പൊ ആ സീറ്റിലേക്ക് NRIയുടെ ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പഠിച്ച കുട്ടികൾ, ഈ കീം കിട്ടാത്ത കുട്ടികൾക്ക് ആ രീതിയിൽ കൂടെ ജോയിൻ ചെയ്യാം. പക്ഷെ പ്രശ്നം ഡബിൾ ഫീസ് ആണ്. ഏകദേശം ഓൾമോസ്റ്റ് ഡബിൾ ഫീസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പഠിച്ച് അല്ലെങ്കിൽ പാസ് ആയാൽ നമുക്ക് ഏകദേശം ഫീസ് ഒരു ഓൾമോസ്റ്റ് 50% കുറയ്ക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ 75 കൊടുക്കേണ്ടടുത്ത് അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതാരും ഒന്നും പറയാറില്ല. സീറ്റിന് വേണ്ടി ആകുമ്പോൾ ആ 75,000 ഒക്കെ 1.5 ആക്കി കൊടുക്കുന്നതിനൊന്നും വിഷമമില്ലാതെ പോവുക. കാരണം എങ്ങനെയെങ്കിലും കുട്ടിക്ക് സീറ്റ് വേണമല്ലോ. ഇപ്പൊ കീം ഫെയിൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ വീട്ടുകാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി അങ്ങനെ സീറ്റിൽ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെയും ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ 75, 80 ആ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനം നമുക്ക് നടത്തിയെടുക്കാം. ഇന്നത്തെ വിഷയം നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ളതാണ്. നമുക്ക് ഏകദേശം എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 109 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് 75 ക്വസ്റ്റ്യൻസ് മാത്സ്, നെക്സ്റ്റ് 45 + 30 ഫിസിക്സ് കെമിസ്ട്രി അല്ലെ. ഇത് മാത്സ് ആണ്, ഇത് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി 45, 30 അങ്ങനെ 150. ഒരു ക്വസ്റ്റിന് 4 മാർക്കാണ് ശരിയായാൽ കിട്ടുന്നത്. തെറ്റിയാൽ 1 മാർക്ക് നമുക്ക് നെഗറ്റീവായിട്ട് നഷ്ടപ്പെടാം. അപ്പൊ നമുക്ക് പാസ്സാവാൻ എല്ലാവർക്കും അറിയാം 10 മാർക്കാണ് കേട്ടോ. ഈ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ 150 × 4 600 ആണ്. 600നെ കൺവെർട്ട് ചെയ്ത് 300 മാറ്റുമ്പോൾ ഇതിൽ നമുക്ക് 10 കിട്ടണം. 300 വരുമ്പോൾ 10 കിട്ടുമ്പോഴാണ് ആ കുട്ടി പാസ്സാണ്. അല്ല ഇനി സെപ്പറേറ്റ് ഇതിനുള്ളിൽ നിന്നും പാസ്സാവേണ്ട, ഒരുമിച്ചാണ് കേട്ടോ. അല്ലാതെ മാത്സിൽ നിന്നും 10 ആവണം, ഫിസിക്സ് അതൊന്നുമില്ല. രണ്ടുകൂടെ ചേർത്ത് 300 10 കിട്ടിയാൽ മതി. അപ്പോൾ 600 നിങ്ങൾക്ക് ഇപ്പോൾ 200 മാർക്ക് കിട്ടിയാൽ അത് 300 100 ആവും. നമുക്ക് 10 കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ പാസ്സാവാൻ 10 മതി. അപ്പൊ ഈ 10 കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോ സ്കൂളിലേക്ക് എക്സാം എഴുതുമ്പോൾ 300-ൽ 10 കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യമാണ്. അങ്ങനെയൊക്കെ എപ്പോഴും നടക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത്ര ഈസി അല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതേപടി അല്ല എക്സാമിന് വരുന്നത്. ഇപ്പൊ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളെ നിങ്ങളൊന്ന് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് വളരെ സ്കില്ലായിട്ടൊന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറ്റും. പഠിക്കാത്ത ഒരു കുട്ടിക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് പാസ്സാവാനുള്ള രീതിയൊക്കെ ഉണ്ട്. പിന്നെ ഇത്തിരിയൊക്കെ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനുള്ളിൽ ഈ 150 ക്വസ്റ്റ്യൻസുകളിൽ പല ക്വസ്റ്റ്യൻസുകളും പല രീതിയിലാണ്. കുറേ ക്വസ്റ്റ്യൻസുകൾ വളരെ ടഫായിട്ടുള്ളതുണ്ടാവും. ക്വസ്റ്റ്യൻസുകൾ നല്ല ടഫായിരിക്കും. നമുക്കത് വിടണം. ഏതാ ഞാൻ പറഞ്ഞ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പഠിച്ചിട്ട് നല്ല 1 വർഷമൊക്കെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചവരും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതിന്റെ കോച്ചിങ്ങിന് പോയവർക്കൊന്നും ഇത് ബാധകമല്ല. പിന്നെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അല്ലാത്തവരുണ്ടല്ലോ, ഒരു മീഡിയം ലെവൽ, ഞാൻ പറഞ്ഞത് 80-85% കുട്ടികൾ കാണും. ബാക്കി ഒരു 15% ഒക്കെ കാണത്തുള്ളൂ കോച്ചിങ്ങിനൊക്കെ പഠിച്ചിപ്പോ എക്സാമിന് എത്തുന്നവർ കേട്ടോ. അവർക്കൊക്കെ ഈ നല്ല റാങ്കൊക്കെ എക്സാമിനൊക്കെ ഏകദേശം വരാൻ സാധ്യതയുണ്ട്.
അങ്ങനെ നമുക്ക് ഈ നല്ല കോളേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മുടെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും ഇത് കഴിഞ്ഞിട്ട് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഡ്മിഷൻ കിട്ടുന്നവരെ കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്. എല്ലാം പടിപടിയായി നമ്മൾ വരുന്നതിനനുസരിച്ച് നിങ്ങളോട്ട് ഉടൻ തന്നെ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് 150 ക്വസ്റ്റ്യൻസുകളിൽ കുറച്ചേറെ ക്വസ്റ്റ്യൻസുകൾ ടഫായിട്ട് അവനെ വിടുക. അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസുകൾ ആദ്യമേ എഴുതുന്നില്ല എന്നുള്ള ഒരു സത്യം കൂടെ മനസ്സിലാക്കിയേക്കണം കേട്ടോ. അത് കൂടുതൽ തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഒട്ടുമേ അറിയാൻ വയ്യ, വിട്ടേക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ വലിയ ക്വസ്റ്റ്യൻസുകൾ വിടുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മീഡിയം ലെവലും ക്വസ്റ്റ്യൻസും ഉണ്ട്, ഈസി ക്വസ്റ്റ്യൻസും ഉണ്ട്. അല്ലാതെ എല്ലാ ടഫ് ക്വസ്റ്റ്യൻസുകൾ ഒരിക്കലും വരത്തില്ല കേട്ടോ. നിങ്ങൾ അപ്പൊ ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ വിടുക. രണ്ട്, ഈ വലിയ നീളമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, കുറെ സെന്റൻസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്, കുറെ നീളങ്ങളൊക്കെ, അവനെ ആദ്യം വിടുക. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തിരിച്ചു വരാം കേട്ടോ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് തിരിച്ചു വന്ന് ആ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വന്നിട്ട് അന്നേരം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അത് മാർക്ക് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ വലിയ ലെങ്തി ക്വസ്റ്റ്യൻസുകളെയും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസുകളെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ വിചാരിക്കും അങ്ങനെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസുകൾ എല്ലാം അറിയാൻ വയ്യാത്തതായിരിക്കും, അപ്പൊ ഞങ്ങൾ ഒന്നും എഴുതണ്ടായോ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യത്തെ ഒരു വായിക്കുമ്പോൾ ഒട്ടും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസുകളെ വിടുക, നല്ല നീളമുള്ള ക്വസ്റ്റ്യൻസുകളെ വിടുക. ബാക്കി ഇനി നമുക്ക് ഈ ചെറിയ ക്വസ്റ്റ്യൻസുകൾ കാണും. ചെറിയ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പലതും നമുക്ക് അറിയാവുന്നൊക്കെ കുറച്ച് ഇച്ചിരി ഒരു ലൈനിലൊക്കെ തീരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം വായിച്ചാൽ മനസ്സിലായി ആൻസറിലോട്ട് എത്താൻ ഇത്തിരി ഈസിയാവും. അവനെ നിങ്ങൾ ക്യാച്ച് ചെയ്യണം. അവനെ നിങ്ങൾ പിടിച്ചിട്ട് അവിടെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ഇത്തിരി സമയം എടുത്താലും നമുക്ക് ആൻസർ കിട്ടാൻ മാർഗമുണ്ട്. രണ്ട്, ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷനിലെ കൊച്ചു ചോദ്യങ്ങളും വെക്ടറിലെ കൊച്ചു ചോദ്യങ്ങളും മെട്രിസസിലെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ മതി. നമുക്ക് ഏകദേശം ഒരു 5 ചോദ്യത്തിന്റെ ആവശ്യം മതി. കറക്റ്റായിട്ട് 5 ചോദ്യമാണെങ്കിൽ നമുക്ക് 20 മാർക്ക് കിട്ടും. അത് 20 മാർക്കിന് 300 മാറ്റുമ്പോൾ 10 ആവും. അപ്പൊ 5 ചോദ്യം ഒന്ന് കൃത്യമാക്കിയാൽ മതി കേട്ടോ. 5 ചോദ്യങ്ങൾ, ഈ 150ൽ 5 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ ബാക്കി തൊടാതിരുന്നാലും ഒരാൾക്ക് പാസ്സാവാം. പക്ഷേ ഈ 5 ചോദ്യങ്ങൾ കൃത്യമായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾ ഒരു 5 ചോദ്യങ്ങൾ കൃത്യമായിട്ട് രീതിയിൽ കൂടെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് ചെറിയ ചോദ്യങ്ങളെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് അവനെ സെലക്ട് ചെയ്ത് അവിടെ പഠിക്കണം. രണ്ട്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇതിൻ്റെ അകത്തൊന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും അത് കുറെ ചോദ്യങ്ങൾ കാണും. അപ്പൊ അതിനെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോന്ന് വായിച്ച് ഇങ്ങനെ ഒന്ന് പോയി മാറ്റി ഈസി ആവുന്നതിനെ സെലക്ട് ചെയ്ത് പോകാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇച്ചിരി നല്ല. പക്ഷെ പഴയ ക്വസ്റ്റൻ പേപ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി മറ്റേ രീതിയിൽ കൂടെ ആകുമ്പോൾ ഇച്ചിരി നല്ലതായിരുന്നു. OMR ഷീറ്റിന്റെ രീതിയിൽ കൂടെ ക്വസ്റ്റൻ വരുമ്പോൾ നമുക്ക് എല്ലാം എളുപ്പം നോക്കി. ഇതിപ്പോ അത് ഇച്ചിരി പാടുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് അത്ര ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഓരോന്ന് സ്കിപ്പ് ചെയ്താൽ, അറിയാൻ വയ്യാത്ത ക്വസ്റ്റൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക, അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഈ 150 ക്വസ്റ്റൻസും അങ്ങ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 150 100 അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളൊരു 30 ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്താലും മതി, ശരിയാകുന്നത് മതി. അല്ലാതെ 30, 40, 20, 50 ഒക്കെ ആയാലും മതി, ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഒരു ക്വസ്റ്റൻസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു 60 ചോദ്യങ്ങളെങ്കിലും 150 എണ്ണത്തിൽ അറ്റൻഡ് ചെയ്ത് ഒന്ന് പവർ ആക്കിയാൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. അതിനുള്ളിൽ കറക്റ്റായിട്ട് ചെയ്യാനൊക്കെ ഒരുവിധം പറ്റിയാൽ നിങ്ങൾ നല്ല കോളേജ് കിട്ടും, നല്ല കോഴ്സ് കിട്ടും, 4 വർഷം കഴിയുമ്പോൾ ജോലിയും കിട്ടും. നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടി പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും അതിനുള്ള പ്രവർത്തനം, വർക്ക് വളരെ കുറവാണ്. എല്ലാവരും ലാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരിന്, അങ്ങനെയാണോ നമ്മളൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്? നിങ്ങൾ ഈ പഠിത്തത്തിൽ കൂടെ ഒരു ജോലിക്ക് വേണ്ടി അല്ല, ഒരു കോഴ്സ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ആ കോഴ്സിൽ കൂടെ നല്ലൊരു ജോലിക്കുള്ള സാധ്യത. അപ്പൊ എല്ലാവരും വയ്ക്കുന്നത് ഏത് കോഴ്സ് പഠിച്ചാൽ അതൊരു വലിയ പ്രോബ്ലമാണ് കേട്ടോ. നമ്മൾ ഏത് കോഴ്സ്, അതിനെ കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ ഉടനെ, ഇപ്പൊ നമ്മൾ എക്സാം ആയതുകൊണ്ടാണ് അത് ഇടാത്തത്. ഉടനെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കോഴ്സുകൾ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ, ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും മാക്സിമം കാണുക, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ആ ഐഡിയ കൂടെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിക്കുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോസുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും മാക്സിമം കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പൊ ചെറിയ ചോദ്യങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യുക,
നിങ്ങൾക്ക് അറിയാവുന്ന ഈസി ക്വസ്റ്റ്യൻസുകൾ അതിനകത്ത് എന്തായാലും കാണും. കുറേ ചോദ്യങ്ങൾ ഈസി ഉള്ളതുണ്ട്. എന്തായാലും അവരെ മീഡിയം ലെവൽ ഈസി ക്വസ്റ്റ്യൻസും ടഫ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അല്ലാതെ എല്ലാം കൂടെ ടഫ് ഒരിക്കലും ഇടത്തില്ല കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ വിഷമിക്കുക വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി. അത് ചെറിയ ജോലിയല്ല. അത് ഇങ്ങനെ ഒന്ന് ക്ഷമിച്ചിരുന്ന് പതുക്കെ ഇരുന്ന് നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ ചെറിയ ചോദ്യങ്ങൾ ഈസി ക്വസ്റ്റ്യൻസുകൾ ഒരുമിച്ച് വരാം. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ കൂടെ നമുക്ക് പറ്റും. ഇനി ഓപ്ഷൻസുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓപ്ഷൻസ് 5 എണ്ണം ഉണ്ട്. പക്ഷെ മറ്റുള്ള എല്ലാ എക്സാംസിനും 4 ഉള്ളൂ. 4 ആകുമ്പോൾ ഇച്ചിരി നമുക്ക് സെലക്ട് ചെയ്യാൻ ഈസി. ഇത് 5 എണ്ണം ഉണ്ട്. ABCDE ആണ് കേട്ടോ. അപ്പൊ അത് തന്നെ ഒരു ഓപ്ഷനുടെ കൂടുതലാണ് മറ്റുള്ള എൻട്രൻസ് എക്സാമിനേക്കാൾ. അത് തന്നെ നമുക്കൊരു പ്രശ്നമാണ് കേട്ടോ. ചാൻസ് കുറയും, പ്രോബബിലിറ്റി നമുക്ക് ഇച്ചിരി കുറയുകയാണ് ചെയ്യുന്നത്. ഈ 5 എണ്ണത്തിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത മിക്കവാറും ഞാൻ പറയുന്നുള്ളൂ BA-CAD. ഈ ബിയും സിക്കും വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. നമുക്ക് ഓപ്ഷൻസുകളിൽ ബിയും സിയും ഇത്തിരി ചാൻസ് കൂടുതലാണ്, പ്രോബബിലിറ്റി ഇത്തിരി കൂടുതലാണ്. നമുക്ക് അതിന്റെ ആൻസർ കറക്റ്റ് ആവാനുള്ള സാധ്യത ബിക്കും സിക്കും. അപ്പൊ എയും ഡിഇയും ABCDE ആണല്ലോ. ഈ എയ്ക്കും ഇക്കും ചാൻസ് ഇല്ലെന്നല്ല, എന്തായാലും ഒരു ആൻസർ ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും കൂടുതൽ ചാൻസ് ഇവർക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ബിക്കും സിക്കും ആണ്. ഇവിടെ ഡിയുടെ വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ട്രിക്ക് നമുക്ക് അവസാനം നല്ലപോലെ വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാനാ, ഇവിടെ ഓപ്ഷൻസുകൾ 5 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരിയുടെ കഠിനമാണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിനെ അറിയാൻ വയ്യാത്ത പറഞ്ഞാൽ ശരിയാക്കാൻ ശ്രമിച്ചാൽ ശരിയാവുന്നതിനുള്ള പ്രോബിലിറ്റി. അപ്പോൾ അതങ്ങനെ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ ഓഡ് വൺ ഉണ്ട്. ഓഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസുകളിൽ 5 എണ്ണത്തിലെ നമ്പറുകളൊക്കെ ആണെങ്കിൽ 1, 2, 3, 17 അങ്ങനെ ഈ കുറെ നമ്പേഴ്സുമായിട്ട് മാറ്റമുള്ള ഓപ്ഷൻ വരും. ഇപ്പൊ നമുക്ക് 1, 2, 3, 5, 17 അങ്ങനെയാണെങ്കിൽ 17 കളഞ്ഞേക്കണം. ഒരിക്കലും അത് ആൻസർ ആവാൻ സാധ്യതയില്ല. ഒരു ഓഡ് വൺ വരുന്ന ഓപ്ഷൻസുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു നമ്പർ ആൻസർ ആവാൻ സാധ്യത വളരെ കുറവാണ്. സിമിലർ ആയിട്ട് നിൽക്കുന്ന നമ്പറുകളിൽ നിന്നും ആൻസർ കറക്റ്റ് ആവാനാണ് സാധ്യത. എപ്പോഴും അടുത്തടുത്ത് കുറെ ആൻസറുകൾ കാണും. കറക്റ്റ് ആൻസറുമായിട്ട് അടുത്ത ആൻസറും കാണും. അപ്പൊ അങ്ങനെ ഒരുമിച്ച് കുറെ നമ്പറുകൾ ഒരുമിച്ച് വരുന്നതിനുള്ളിൽ ഉറപ്പായിട്ടും കാണും. ഇത്തിരി മാറിയുള്ള നമ്പറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് സെലക്ഷൻ നടത്താൻ ഉള്ള രീതി കൂടെയും പറ്റും. ഇനി 0യും 1ഉം, ഈ 0യും 1ഉം ആൻസർ വരാൻ ഭയങ്കര സാധ്യതയുള്ള 2 നമ്പേഴ്സ് ആണ്. പല ക്വസ്റ്റ്യൻസുകളുടെയും ആൻസറുകൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇവര് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്പേഴ്സ്. അപ്പൊ ഈ 0യും 1ഉം ഉൾപ്പെടുന്ന ഓപ്ഷൻസുകൾ ആൻസറിൽ ഈ 0യും 1ഉം വരുന്ന ഓപ്ഷൻസുകൾ വിടരുത്. അവനെ നിങ്ങൾ ആൻസറിൽ 0യോ 1ഓ ആവാനുള്ള സാധ്യത നിങ്ങൾ ചിലപ്പോൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 0യോ 1 പിന്നെ ഒരാളൂടെ ഉണ്ട് കേട്ടോ, -1. പക്ഷെ ഇവരെക്കാളും ഒക്കെ കുറവാണ്. ഇവർ രണ്ടുപേരുമാണ് പ്രധാന താരങ്ങൾ. ഈ 0യും 1ഉം വരുന്നതിനെ നിങ്ങൾ വിടരുത്. അത് ആൻസർ ആവാൻ വളരെ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസുകളെ നിങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെ ആൻസർ ശരിയാക്കാനുള്ള വഴികളുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് വീട്ടുകാർക്ക് ലാഭിക്കാം. നമുക്ക് ഒരു അഡ്മിഷൻ ഉറപ്പായിട്ട് വേണ്ടവർക്ക് തോറ്റുപോയാൽ ഞാൻ പറഞ്ഞു നല്ല ഫീസ് കൊടുത്തെങ്കിലേ കോളേജ് അഡ്മിഷൻ കിട്ടുള്ളൂ. അവർക്ക് വേറെ വഴിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തരത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത്തിരി ഒന്ന് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫീസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡറി കോളേജുകളിലെല്ലാം നമുക്ക് ഫീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കീം റാങ്ക് ആണ് കേട്ടോ. കീം റാങ്ക് ഇത്തിരി നല്ലതായി കഴിഞ്ഞാൽ അവരുടെ ഫീസ് കുറച്ച് തരും. അവർ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് സംസാരിച്ച് കൗൺസിലിംഗിൽ നിങ്ങൾക്ക് ഇച്ചിരി ഫീസ് കുറച്ച് തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. വീട്ടുകാർക്കും പ്രയോജനം. ഫീസ് നമ്മുടെ പൈസ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വീട്ടുകാർ മുടക്കുന്നെങ്കിലും നിങ്ങളായിട്ട് അത് കുറയ്ക്കാൻ നിങ്ങൾക്കൊരു വഴി ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊടുത്ത് അവരെ സഹായിക്കണം. അതുവഴി നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ പ്രയോജനം. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ വർക്ക് ചെയ്യുക, മാക്സിമം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. നല്ലൊരു റാങ്ക് കിട്ടി നല്ലൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചിറങ്ങി ഒരു ജോലിക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്യാമ്പസ് ഇന്റർവ്യൂ കാര്യങ്ങളും ഒക്കെ നമ്മളെല്ലാ കോളേജിലും ഉണ്ടെന്ന് പറയും. പക്ഷെ അതൊക്കെ എല്ലാം നമുക്ക് സത്യമാണെന്നൊന്നുമില്ല. പലരും പലയിടത്തും കോൾ ലെറ്ററൊക്കെ തന്നിട്ട് പല കമ്പനിക്കാരും ചിലപ്പോൾ പോകുന്നിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ ആയിരിക്കും കോളേജിൽ അത്രയും പേരെ എടുത്തു, ആരും ഉടനെ എടുക്കത്തില്ല. എല്ലാവരും കോൾ ലെറ്റർ എടുത്തിട്ട് അവർ പോകും. എന്നിട്ട് അന്നേരം ഓഫർ ലെറ്റർ എന്നാണ് എന്നെ വിളിക്കുന്നത്. ഈ ഓഫർ ലെറ്റർ കൊടുത്തിട്ട് പോകും. പിന്നെ ആരും അറിയുന്നില്ല ഇവരെ വിളിച്ചോ ഇല്ലയോ എന്നുള്ളത്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അല്ലാതെ ഉടൻ തന്നെ ജോലി കൊടുത്ത് ഇത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ള അറിയേണ്ട സമയം ആർക്കും കിട്ടാറില്ല.
അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. അത് നിങ്ങൾ മാക്സിമം ശ്രമിച്ച് നേടുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പ്രാർത്ഥിക്കുക, നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.